ഹായ്, എല്ലാവർക്കും ടോക്ക് വിത്ത് അഞ്ജലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കഥ ഞാൻ ഇന്നലെ പറഞ്ഞ കഥയുടെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കേൾക്കാത്ത ആൾക്കാർ വേഗം പോയി കേട്ടിട്ട് വാട്ടോ. ഈ സെക്കൻഡ് പാർട്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് പോകാം. ക്രിസ്റ്റി വല്യപ്പൻ്റെ കൂടെയാണ് താമസമെന്നാണ് ആ ടീച്ചർ പറഞ്ഞത്. ഇനി അവനൊരു മൂത്ത സഹോദരൻ ഉണ്ടാവണം, അവനായിരിക്കണം ഈ മുന്നിൽ നിൽക്കുന്നത്, അവൾ മനസ്സിൽ കരുതി. സോറി, ഞാൻ പെട്ടെന്ന് വിചാരിച്ചു എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ആണെന്ന്. ഈ ടൈമിൽ അവർ വരാറുണ്ട്, അതാ ഞാൻ തോർത്തു മാത്രം കൊടുത്ത് ഇങ്ങ് വന്നത്. ക്രിസ്റ്റിയാണ് അത് പറഞ്ഞത്. സെലിൻ്റെ കണ്ണുകൾ വീണ്ടും അവനിലേക്ക് തന്നെ പോയി. അവനെ കാണാൻ നല്ല ഭംഗിയുണ്ട്, അവൻ്റെ കണ്ണുകളും കൊള്ളാം. ക്രിസ്റ്റി ഇല്ലേ ഇവിടെ? അവൾ ചോദിച്ചു. ഞാനാ ക്രിസ്റ്റി, അവൻ പെട്ടെന്ന് പറഞ്ഞു. എന്താ വേണ്ടേ? ഇവനാണോ ക്രിസ്റ്റി? സെലിൻ ശരിക്കും അത്ഭുതപ്പെട്ടു. ഡാനിയുടെ ക്ലാസ്മേറ്റ് തന്നെയാണോ ഇത്? ഇത്രയും ഉയരവും കരുത്തും ഈ പ്രായത്തിലോ? മാത്രമല്ല 18 വയസ്സ് മാത്രമുള്ളവന് പുരുഷന്മാരുടെ ശബ്ദവുമുണ്ട്. അവൾ ശരിക്കും അത്ഭുതപ്പെട്ടു. ക്രിസ്റ്റിയുടെ വല്യപ്പച്ചനല്ലേ ഇവിടെ? അവൾ ചോദിച്ചു. ഇല്ലല്ലോ, അവൻ പറഞ്ഞു. വർക്ക്ഷോപ്പില, രാത്രി വരൂ. എന്താ വല്യപ്പച്ചനെ കണ്ടിട്ട്? അവൻ ചോദിച്ചു. സെലിൻ ഒന്ന് ദീർഘനിശ്വാസം ചെയ്തു. തിരികെ പോകാൻ തോന്നി അവൾക്ക്. പക്ഷെ പാടില്ല. ഡാനിയുടെ സേഫ്റ്റി, സൗകര്യം, സ്വസ്ഥത, സന്തോഷം, അതിനു വേണ്ടിയാണ് താൻ ഇങ്ങോട്ട് വന്നത്. അത് ഉറപ്പാക്കിയിട്ടേ തിരിച്ചു പോകാൻ പാടുള്ളൂ. അതിനി ഈ ശല്യക്കാരൻ ആകാശം മുട്ടെ ഉയരമുള്ളവനായാലും ശരി. ഒന്ന് സംസാരിക്കാനായിരുന്നു, അവൾ പറഞ്ഞു. പക്ഷെ ക്രിസ്റ്റി അതൊന്നും കേട്ടില്ല. അവൻ്റെ ശ്രദ്ധ അവളിൽ തന്നെയായിരുന്നു. ഹലോ ക്രിസ്റ്റി, തന്നോടാ, അവൾ വീണ്ടും പറഞ്ഞു. അകത്തേക്ക് വരൂ. ക്രിസ്റ്റി കൈകൊണ്ട് ആംഗ്യം കാണിച്ച് അവളെ അകത്തേക്ക് ക്ഷണിച്ചു. അകത്ത് ചെറിയ ഒരു ഹാളുണ്ടായിരുന്നു. വൃത്തിയില്ലാത്ത അന്തരീക്ഷം പ്രതീക്ഷിച്ച സെലിന് അപ്പാടെ തെറ്റി. ഫ്ലോറും ചുവരും ഒക്കെ നല്ല വൃത്തിയായിരിക്കുന്നു. ഹാളിലെ ഇരിപ്പിടങ്ങളും. ഇരിക്ക്, സോഫയിലേക്ക് ആംഗ്യം കാണിച്ചുകൊണ്ട് ക്രിസ്റ്റി പറഞ്ഞു. സെലിൻ സോഫയിലേക്ക് തിരിഞ്ഞപ്പോൾ ക്രിസ്റ്റിയുടെ കണ്ണുകൾ അവളിലേക്ക് തന്നെ പതിഞ്ഞു. ആഹാ, കൊള്ളാലോ, അവൻ മനസ്സിൽ പറഞ്ഞു. അവൾ സോഫയിലിരുന്നപ്പോൾ ക്രിസ്റ്റി നോട്ടം മാറ്റി. എന്താ ഇപ്പം ചെയ്യുക? കണ്ടിട്ടാണെങ്കിൽ അടക്കി വെക്കാനും പറ്റുന്നില്ലല്ലോ, അവൻ സ്വയം പറഞ്ഞു. പക്ഷെ അവൾ അത് കണ്ടിരുന്നു. എന്തൊരു വൃത്തിയുടെ ചെക്കനായവൻ, അവൾ ഓർത്തു. ഡാനി പറഞ്ഞത് 100% ശരി തന്നെയാണ്. ഇതുവരെ കാണാത്ത ഒരു സ്ത്രീയാണ് ഇപ്പോൾ വീട്ടിൽ വന്നിരിക്കുന്നത്, അതും അവൻ്റെ ക്ലാസ്മേറ്റിൻ്റെ അമ്മ. എന്നിട്ടും അവൻ ഇങ്ങനെയൊക്കെ? അപ്പനോ അമ്മയോ ആരും ഒരു മര്യാദയും ഇവനെ പഠിപ്പിച്ചിട്ടുണ്ടാകില്ല. പെട്ടെന്ന് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ഡാനി ഉപദ്രവിക്കുന്നത് നീ നിർത്തണം. അവൻ പുരികം വളച്ച് അത്ഭുതത്തോടെ നോക്കി. ഓ, അപ്പോൾ അതാണ് കാര്യം, ക്രിസ്റ്റി ഓർത്തു. ഡാനിയലിനെ താൻ പലതവണ കളിയാക്കിയിട്ടുണ്ട്. അത് കേട്ട് ക്ലാസ്സിലെ എല്ലാവരും അവനെ നോക്കി ചിരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ മണ്ണബുദ്ധി ചെക്കൻ അവൻ്റെ അമ്മയെ പറഞ്ഞ് വിട്ടേക്കാണ്. എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ക്രിസ്റ്റി വീണ്ടും അവളെ ഒന്ന് നോക്കി. ഓ, അവൻ്റെ അമ്മയാണല്ലേ? അവൻ്റെ അമ്മ ഇതുപോലെ ഒരു സുന്ദരി കുട്ടിയാണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. അവളുടെ കണ്ണുകളിൽ നിന്ന് നോട്ടം മാറ്റാതെ ക്രിസ്റ്റി പറഞ്ഞു. എന്ത്? അവൾ ചോദിച്ചു. അല്ല, അറിഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടി നേരത്തെ അവനെ പിടിക്കായിരുന്നു. തൻ്റെ ശ്വാസം നിലയ്ക്കുന്ന പോലെ സെലിന് തോന്നി. ദൈവമേ, എന്താണ് ഇവൻ പറഞ്ഞത്? ഇത്ര വൃത്തിയേട്ടവനായിരുന്നു ഇവൻ. എത്ര കൂസലില്ലാതെ പച്ചയ്ക്കാണ് ഇവനിതൊക്കെ പറയുന്നത്, അതും വീട്ടിൽ ആദ്യമായിട്ട് വരുന്നൊരു സ്ത്രീയോട്. പലയിടത്തും ഇതുപോലുള്ള കമൻറ്റുകൾ അവൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൾക്കത് ശീലമാണ്. എങ്കിലും മകൻ്റെ പ്രായമുള്ളൊരു ചെറുക്കൻ അങ്ങനെ പറഞ്ഞപ്പോൾ, ഇനി നീ അവനെ ഉപദ്രവിക്കരുത്. അവൻ്റെ കമൻ്റ് അവഗണിച്ചുകൊണ്ട് അവൾ വീണ്ടും പറഞ്ഞു. അവൻ ഒത്തിരി സഹിക്കുന്നുണ്ട്, നീ അത് നിർത്തണം. അവളുടെ കണ്ണുകളിലേക്കുള്ള അവൻ്റെ നോട്ടം അല്പം കൂടി തീവ്രമായി. ഓ, അതിനെന്താ, നിർത്താലോ, അവൻ പറഞ്ഞു. പിന്നെ ശബ്ദം താഴ്ത്തി മുഖം അല്പം കൂടി അവളിലേക്ക് അടുപ്പിച്ച് അവൻ ചോദിച്ചു. പകരം എന്ത് തരും? അത്തരമൊരു ചോദ്യം അവൾ പ്രതീക്ഷിച്ചേയില്ല. എന്താണ് ഇവൻ ഉദ്ദേശിക്കുന്നത്? പണമാണോ? പകരം ഒന്നും തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, സെലിൻ ശബ്ദമുയർത്തി പറഞ്ഞു.
നീ അത് നിർത്തിയേ പറ്റൂ. ചെയ്യുന്നത് തെറ്റാണ്. അവളുടെ മുഖം അല്പം കൂടി അവനിലേക്ക് അടുപ്പിച്ചു. പിന്നെ പറഞ്ഞു, ഇനി വരുമ്പോൾ ഞാൻ നിൻ്റെ വല്യപ്പനെ കണ്ട് കാര്യം പറയും. ആ മനുഷ്യൻ എന്തായാലും നിൻ്റെ ഉപദ്രവത്തിന് സൈഡ് പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. സെലിൻ അത് പറഞ്ഞിട്ട് അവനെ രൂക്ഷമായി നോക്കി. എന്നാൽ അവൻ്റെ മുഖത്ത് കാര്യമായ ഭാവവ്യത്യാസങ്ങളൊന്നും ഉണ്ടായില്ല. ഇത്രയൊക്കെ ആയിട്ടും എന്തൊരു ശാന്തതയാണ് ഇവൻ്റെ മുഖത്ത്. വല്യപ്പൻ എൻ്റെ കാര്യത്തിലൊന്നും ഇടപെടാറില്ലല്ലോ, അവൻ പറഞ്ഞു. എൻ്റെ മമ്മി ആരുടെ കൂടെ പോയി. പിന്നെ എൻ്റെ ഒരു കാര്യത്തിലും വല്യപ്പൻ ഒരു കുഞ്ഞു വാക്ക് പോലും പറയാറില്ല. അവൻ പറഞ്ഞ ഓരോ വാക്കിലും അവൾക്ക് ദേഷ്യവും അല്പം അനുകമ്പയും വന്നു. വെറുതെ അല്ല അവൻ ഇങ്ങനെ ആയത്, അവൾ മനസ്സിൽ പറഞ്ഞു. മാത്രമല്ല അവൻ അവളുടെ കണ്ണിലേക്ക് തുറച്ചു നോക്കി. ആൻറ്റിയെ പോലെ ഒരു സുന്ദരി വീട്ടിൽ വന്നെന്നൊക്കെ വല്യപ്പൻ അറിയാതിരിക്കുന്നതാണ് നല്ലത്. അവൻ പറഞ്ഞത് കേട്ട് അവൾക്ക് ശരിക്കും ദേഷ്യം വന്നു. ഡാ, ഞാൻ നിൻ്റെ ക്ലാസ്മേറ്റിൻ്റെ മമ്മിയാ. അല്പം ദേഷ്യത്തോടെയാണ് അവളത് പറഞ്ഞത്. അതിന് ഞാനെന്ത് പറഞ്ഞു? അവൻ തിരിച്ചടിച്ചു. ഉള്ളതേ ഞാൻ പറഞ്ഞുള്ളൂ. ആൻറ്റിയെ പോലൊരു സുന്ദരിയെ ഞാൻ സിനിമയിലും വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളൂ. അത് പറഞ്ഞപ്പോൾ അവൻ അവളെ നോക്കി, വെറുപ്പോടെ ദേഷ്യത്തോടെ. അപ്പോൾ അവൾ മുഖം മാറ്റി. പിന്നെ പ്രിൻസിപ്പൽ എന്നോടൊന്നും പറയില്ല. എനിക്ക് അഡ്മിഷൻ തരുമോ എന്ന് ചോദിച്ച് അങ്ങോട്ടേക്ക് പോയതല്ല. വേറെ സ്കൂളിൽ നിന്ന് എൻ്റെ കൈയും കാലും പിടിച്ച് കൊണ്ടുവന്നതാ. അവന്മാർ എന്തേലും പറഞ്ഞാൽ ഞാൻ എൻ്റെ പാട്ടിന് പോകുമെന്ന് അവർക്ക് ശരിക്കും അറിയാം. അതുകൊണ്ടേ പ്രിൻസിപ്പലിൻ്റെ പേര് പറഞ്ഞ് ആൻറ്റി എന്നെ പേടിപ്പിക്കാമെന്ന് കരുതണ്ട. സെലിൻ നെട്ടിച്ചുളിച്ചു. ഈശോയെ, വന്നത് വെറുതെ ആയോ? അവൾ മനസ്സിലോർത്തു. ആൻറ്റി, അവൻ ശാന്തനായി വിളിച്ചു. നിങ്ങളുടെ ഡാനിയെ ഞാൻ വെറുതെ വിടാം. പകരം നിങ്ങളെനിക്ക് എന്ത് തരും? അവൻ ഒന്ന് നിർത്തി ചോദിച്ചു. പണമാണോ? അതാണോ നിനക്ക് വേണ്ടത്? സെലിൻ ഒന്നും മനസ്സിലാവാതെ ചോദിച്ചു. പൈസയൊന്നും എനിക്ക് വേണ്ട ആൻറ്റി, അവൻ പറഞ്ഞു. പിന്നെ ആൻറ്റി ഇതൊന്ന് ടേസ്റ്റ് ചെയ്യണം, അവൻ പറഞ്ഞു. അവൻ പറയുന്നത് കേട്ട് അവൾ ശരിക്കും ഞെട്ടിപ്പോയി. കോപം കൊണ്ട് വിറച്ച് അവൾ ചാടി എഴുന്നേറ്റു. പക്ഷെ കണ്ണുകളപ്പോൾ അവൻ്റെ അടുത്തുനിന്ന് മാറിയില്ല. ഡാ, നിന്റെ സ്വപ്നത്തിൽ പോലും നീ ഇത് വിചാരിക്കണ്ട. അത് നടക്കില്ല, അവൾ ജ്വലിക്കുന്ന കോപത്തോടെ പറഞ്ഞു. മര്യാദയില്ലാത്തവൻ. സ്വന്തം അമ്മയുടെ പ്രായത്തിലുള്ള സ്ത്രീയോട്, അതും സ്വന്തം ക്ലാസ്സിൽ പിടിക്കുന്ന ഒരാളുടെ അമ്മയോട്, അവൾ പുച്ഛത്തോടെ പറഞ്ഞു. ആ സമയം അവൻ പറഞ്ഞു, സ്വന്തം അമ്മയുടെ കാര്യത്തിൽ പോലും എനിക്ക് പോട്ടെ പുല്ലെന്നുള്ള ആറ്റിറ്റ്യൂഡാ. അപ്പോഴാ വെള്ളവൻ്റെ അമ്മേൻ്റെ കാര്യത്തിൽ. ഒന്ന് പോവാ ആൻറ്റി, രാവിലെ തന്നെ ജോക്കടിക്കാൻ നോക്കണ്ട, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിങ്ങളുടെ ചെറുക്കനെ വെറുതെ വിടണോ? എങ്കിൽ മര്യാദക്ക് വന്ന് ടേസ്റ്റ് ചെയ്, അവൻ പറഞ്ഞു. ഒരു 2-3 സെക്കൻഡ് അവൾ അവനെ തന്നെ നോക്കി നിന്നു. ഇത് ഇവിടം കൊണ്ടൊന്നും തീരില്ല ക്രിസ്റ്റി, ദേഷ്യത്തോടെ അവൾ പറഞ്ഞു. എൻ്റെ ഹസ്ബൻഡ് നിയമം പഠിച്ച അക്കൗണ്ടൻ്റാണ്. നീ ഇപ്പോൾ ചെയ്തത് വലിയ തെറ്റാണ്. ഇനി നീ എൻ്റെ കൊച്ചിനെ ഉപദ്രവിച്ചാൽ നീ ശരിക്കും അനുഭവിക്കും. നീ ഇനി എന്ത് ചെയ്താലും നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആളുകളുണ്ടെന്ന് നീ വിശ്വസിക്കുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ആ സ്കൂളും അനുഭവിക്കും, ഓർത്തോ. ആ, കാണാലോ ആൻറ്റി, അവൻ പറഞ്ഞു. അവൾ വേഗം പുറത്തേക്കിറങ്ങി കാറിൽ കയറി. പക്ഷേ എന്താണെന്നറിയില്ല, അവളുടെ മനസ്സ് മുഴുവൻ ക്രിസ്റ്റിയാണ്. അവൻ പറഞ്ഞതൊക്കെ അവളുടെ മനസ്സിനെ ഒന്ന് ആടി ഉലയിച്ചിട്ടുണ്ട്. തൻ്റെ മുന്നിൽ കണ്ട സാധനം മറക്കാനും അവൾക്ക് കഴിഞ്ഞില്ല. പക്ഷേ ഡാനിയുടെ കാര്യം ഓർത്തപ്പോൾ അവൾക്ക് വീണ്ടും ദേഷ്യമായി. ക്രിസ്റ്റിയെ പോലെ ഒരുത്തനോട് സംസാരിക്കാൻ പോയത് തെറ്റാണെന്ന് അവൾക്ക് മനസ്സിലായി. അങ്ങനെ അവൾ വീട്ടിലെത്തി. ഫിലിപ്പും ഡാനിയും TV കാണുകയായിരുന്നു. സെലിൻ അവിടേക്ക് കടന്നു വരുമ്പോൾ ഡാനി ചോദിച്ചു, എന്തായി മമ്മി? കാത്തു നിൽക്കാൻ മെനക്കെടാതെ ഡാനി പെട്ടെന്നാണത് ചോദിച്ചത്. അത് സോറിയുടെ മോനെ, ക്യാരി ബാഗുകൾ മേശമേൽ വെച്ച് ക്ഷീണിച്ച സ്വരത്തിൽ സെലിൻ പറഞ്ഞു. അവൻ്റെ വല്യപ്പനെ കാണാൻ പറ്റില്ല. മാത്രമല്ല, ഇരുവരും അക്ഷമയോടെ അവളെ നോക്കി. മാത്രമല്ല, നീ പറഞ്ഞത് ശരിയാ, സെലിൻ തുടർന്ന് പറഞ്ഞു. അവൻ ആള് ശരിയല്ല. ഞാൻ പറഞ്ഞത് അവനൊന്ന് കേൾക്കുപോലും ചെയ്തില്ല. ഡാനിയുടെ മുഖം സങ്കടത്തിലായി. സാരില്ല മമ്മി, അവൻ ശബ്ദം താഴ്ത്തി പറഞ്ഞു. പക്ഷെ മോനെ, ഊർജ്ജസ്വരത്തിൽ വീണ്ടും അവൾ പറഞ്ഞു,
ഞാൻ ജസ്റ്റ് തുടങ്ങിയതേ ഉള്ളൂ. തുടങ്ങിയെങ്കിൽ മമ്മി ഇത് ഫിനിഷും ചെയ്തിരിക്കും. അവനിനി കണ്ടിന്യൂ ചെയ്താൽ പ്രിൻസിപ്പളിനെ കാണും. അവിടെ കൊണ്ട് പ്രശ്നം തീർന്നില്ലെങ്കിൽ പിന്നെ ഇവിടെ വേറെ വഴിയൊക്കെ ഉണ്ടല്ലോ. ഫിലിപ്പ് അത് കേട്ട് വിസമ്മതത്തോടെ സെലിനെ നോക്കി. ഏയ്, അതൊന്നും വേണ്ട സെലിനെ, ഇതൊക്കെ കുട്ടികളുടെ ചില വികൃതികളായിരിക്കും, അയാൾ പറഞ്ഞു. അയാളുടെ വാക്കുകളിൽ ഒരു പൗരുഷമില്ലായ്മ അവൾ കണ്ടു. എനിക്ക് കിച്ചണിൽ പണിയുണ്ട്. അയാൾക്ക് നേരെ അനിഷ്ടത്തോടെ നോക്കി അവൾ അകത്തേക്ക് പോയി. കിച്ചണിൽ കയറുന്നതിന് മുമ്പ് അവൾ തിരിഞ്ഞു നോക്കി. അപ്പോൾ ഫിലിപ്പ് തന്നെ നോക്കി നിൽക്കുന്നത് അവൾ കണ്ടു. അവൾ അയാളെ കണ്ണുകൾ കാണിച്ച് അടുത്തേക്ക് വിളിച്ചു. എന്താ? ഫിലിപ്പ് ചോദ്യരൂപത്തിൽ അവളെ നോക്കി. ലാപ്പിലും ടി വിയിലും ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യരുത്. നേരത്തെ റൂമിലേക്ക് വരണം. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അവൾ പറഞ്ഞു. അന്ന് സെലിൻ അത്താഴം എന്നത്തേക്കാളും നേരത്തെ ആക്കി. അവശേഷിച്ച് അല്പം ജോലികൾ തീർത്ത് ഹാളിൽ വന്ന് ന്യൂസ് കാണാതിരുന്ന ഫിലിപ്പിൻ്റെ നേരെ അവൾ കണ്ണുകൾ കാണിച്ച് റൂമിലേക്ക് പോയി. ഫിലിപ്പ് വരുമ്പോൾ അവൾ കിടക്കയിലിരുന്ന് മുഖത്ത് ക്രീം തേക്കായിരുന്നു. നല്ല വിഷമമുണ്ട് അവളുടെ കണ്ണുകളിൽ. സെലിൻ ഡാനിയെപ്പറ്റി ഓർക്കായിരുന്നു. ഇന്ന് ക്രിസ്റ്റിയുടെ വീട്ടിൽ വെച്ചുണ്ടായ അനുഭവവും അവൾ ഓർത്തു. എന്തെങ്കിലും ഒരു തീരുമാനമെടുത്തേ പറ്റൂ. മോൻ്റെ സങ്കടത്തിൻ്റെ കാര്യമാണ്. എന്താടി, എന്താ നീ പറയാനുണ്ടെന്ന് പറഞ്ഞത്? അവളുടെ അടുത്ത് വന്ന് ഫിലിപ്പ് ചോദിച്ചു. ഞാൻ അവിടെ പോയി കാര്യം പറഞ്ഞു അവനോട്. അവൻ്റെ വല്യപ്പനില്ലായിരുന്നു അവിടെ, സെലിൻ പറഞ്ഞു. പിന്നെ അവൻ ചെയ്തത്? അല്പം സങ്കോചത്തോടെ സെലിൻ തുടർന്നു. എന്തുപറ്റി? ഗൗരവത്തോടെ ഫിലിപ്പ് ചോദിച്ചു. അവനത് പുറത്തെടുത്ത് കാണിച്ചു, സെലിൻ അവനോട് പറഞ്ഞു. എന്ത്? ഓഫ്, അവൻ്റെ എടുത്ത് കാണിച്ചു എന്ന് സെലിൻ വീണ്ടും പറഞ്ഞു. എന്ത്? ഫിലിപ്പ് ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു. ഇതെന്താ അച്ചായ, തമാശയാണോ ഇങ്ങനെ ഇരുന്ന് ചിരിക്കാൻ? അതും പറഞ്ഞ് അവൾ അയാളുടെ തോളിൽ തട്ടി. അച്ചായ, ഞാൻ സീരിയസാ, ചുമ്മാ ഇങ്ങനെ ചിരിക്കല്ലേ. അന്നേരം കലി കയറി ഞാനിങ്ങി ഇറങ്ങിപ്പോന്നു. ഫിലിപ്പ് ചിരി നിർത്തി ശാന്തനായി. എടി, നിന്നെപ്പോലൊരു സുന്ദരി അങ്ങനെ വന്നാൽ പിന്നെ അവൻ പിന്നെ എന്ത് പറയാനാടി? സെലിൻ വിശ്വാസം വരാതെ അയാളുടെ കണ്ണിലേക്ക് നോക്കി. ദേഷ്യം അല്പമുണ്ടെങ്കിലും അവളുടെ കണ്ണിൽ ചെറിയൊരു പുഞ്ചിരി വിടർന്നു. ഓക്കെ ഓക്കെ, അവൾ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗം കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം.